ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് കേരള PSCയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. 19/6/2024 അവസാനിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. അതിൽ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് വിജിലൻസിലേക്കൊക്കെ വിജ്ഞാപനം വന്നിരുന്നു. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് പേർക്ക് ഇത് മിസ്സായിട്ടുണ്ടാവും. ഇത് അപേക്ഷിക്കണമെന്ന് വിചാരിച്ച് മറന്നു പോയവരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഇത് നോക്കിയതിന് ശേഷം കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈലിൽ പോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നാളെ അവസാനിക്കുന്നത് നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള PSC അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൽ നമുക്ക് 15/5/2024 വന്ന കാറ്റഗറി നമ്പർ 67/2024 മുതൽ കാറ്റഗറി നമ്പർ 122/2024 വരെയുള്ള വിജ്ഞാപനങ്ങളാണ് 19/6/2024 അവസാനിക്കുന്നത്. ഒരുപാട് പേരുണ്ടാവും ഇതിലേക്ക് അപേക്ഷിക്കാൻ മറന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിലേതെല്ലാം പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സിസ്റ്റം അനലിസ്റ്റ് കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടി സിസ്റ്റം അനലിസ്റ്റ്, വെറ്റിനറി സർജൻ ഗ്രേഡ് 2 അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതുപോലെ വെറ്റിനറി എഞ്ചിനീയർ, അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് ഉണ്ട്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് 2 വിഭാഗത്തിലേക്ക് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ LD ക്ലർക്ക് ബൈ ട്രാൻസ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് LD ക്ലർക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ LPS, അതുപോലെ തന്നെ UPS വിഭാഗത്തിലേക്കും വിജ്ഞാപനം. പിന്നെ സ്വിംഗ് ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്വിംഗ് ടീച്ചർ, പിന്നെ PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്, മലയാളം മീഡിയം. പിന്നെ ഡ്രോയിങ് ടീച്ചർ ഉണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട്. ലിഫ്റ്റ് ഓപ്പറേറ്റർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ. ലബോറട്ടറി അറ്റൻഡർ വിഭാഗത്തിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി അറ്റൻഡർ. ഡെഫേദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജിലേക്ക് വേണ്ടി ഡെഫേദ. പ്രസ്മാൻ വിഭാഗത്തിൽ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡിൽ പ്രസ്മാൻ. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിക്സ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. പിന്നെ ഓവർസീ ഗ്രേഡ് 3 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 സിവിൽ ട്രേസർ വർക്ക് സൂപ്രണ്ടൻറ്റ്, അതിൽ ഹാർബർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മോട്ടോർ ട്രാൻസ്പോർട്ടിലേക്ക് വേണ്ടിയിട്ട് NCA നോട്ടിഫിക്കേഷനാണ്. പിന്നെ കേരള പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ അത് വന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് NCA നോട്ടിഫിക്കേഷൻ. പിന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് ഫീൽഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഇലക്ട്രീഷ്യൻ. ഡ്രോയിങ് ടീച്ചർ വിഭാഗത്തിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാം. മ്യൂസിക് ടീച്ചറുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അതുപോലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറുണ്ട്. അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. കാറ്റഗറി നമ്പർ 67 മുതൽ കാറ്റഗറി നമ്പർ 122 വരെ. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്.
ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും, അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ഓരോന്നും നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട്, നിങ്ങളുടെ കേരള PSCയുടെ 1 ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.